ഇങ്ങനെ കളിച്ചിരിയുമായി വീണ്ടും വെക്കേഷന് ശേഷം സ്കൂളിലേക്ക് പോവേണ്ടവരായിരുന്നു ആ പിഞ്ചോമനകൾ. ലീവ ഫെസ്റ്റ് കഴിഞ്ഞ് ദുബായിലേക്ക് മടങ്ങും വഴി പുലർച്ചെയുണ്ടായ അപകടത്തിലായിരുന്നു ആ 4 പിഞ്ച് ആൺമക്കളും മരണമടയുന്നത്. കൂടെ വീട്ടുജോലി ചെയ്യുന്ന ആ സ്ത്രീയും, വാഹനം ഡ്രൈവ് ചെയ്ത ഉപ്പയും, കൂടെയുണ്ടായ ഉമ്മയും മറ്റൊരു മകളും പരിക്കുകളോടെ ആശുപത്രിയിലും. ഈ അപകടത്തിൻ്റെ കാരണം പുറത്തു വന്നില്ലെങ്കിലും ഒരു മനുഷ്യൻ 17 മണിക്കൂർ ഉറക്കമില്ലാതെ ഡ്രൈവ് ചെയ്യുന്നത് 0.5 ആൽക്കഹോൾ ശരീരത്തിലുള്ള ആളുകളുടെ അവസ്ഥയായിരിക്കുമെന്നാണ് പഠനം പറയുന്നത്. 24 മണിക്കൂറാണെങ്കിൽ ആൽക്കഹോൾ കഴിച്ചവരേക്കാൾ മോശമായിരിക്കുമെന്നാണ് പറയുന്നത്. 100 കിലോമീറ്റർ വേഗതയിൽ പോകുന്ന വണ്ടിയിൽ 2 to 5 സെക്കൻഡ്സ് മൈക്രോ സ്ലീപ്പ് ആയിപ്പോയാൽ ആ വണ്ടി നമ്മൾ ബ്ലൈൻഡായ അവസ്ഥയിൽ 150 മീറ്ററോളം യാത്ര ചെയ്യുമെന്നാണ്. എന്തൊക്കെ സംഭവിക്കാമല്ലേ? ലോകത്ത് ഏറ്റവും അപകടമുണ്ടാവുന്ന സമയം പുലർച്ചെ 2-നും 6-നും ഇടയിലാണ്, ഉച്ചയ്ക്ക് 1 മണിക്കും 4 മണിക്കും ഇടയിൽ. ഇപ്പോൾ വീടണയും എന്ന തോന്നലായിരിക്കും കൂടുതൽ അപകടങ്ങൾ വിളിച്ചു വരുത്തുന്നത്. നമ്മൾ കുടിക്കുന്ന കോഫിക്കും ചായക്കും പോലും ലിമിറ്റേഷൻ ഉണ്ടെന്ന് ഓർക്കുക. ഉറക്കിനെ ഉറക്കുകൊണ്ടേ തടയാൻ സാധിക്കുകയുള്ളൂ. ഒരുപാട് ഡ്രൈവ് ചെയ്യുന്നവരാണ് നമ്മൾ പ്രവാസികൾ. നമ്മൾ സ്വയം ഒന്ന് ചിന്തിക്കുക. ആ മാതാപിതാക്കളുടെ ദുഃഖത്തിൽ നമ്മൾ